സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്ന ഗവർണറുടെ പരാമർശം വലിയ തരത്തിൽ വിവാദമായിരിക്കുന്നു. ഏതെങ്കിലും മതവുമായി കാര്യങ്ങൾ പഠിപ്പിക്കാനായി സ്കൂളുകൾ ആരംഭിക്കാൻ പദ്ധതിയില്ലെന്നും നവോത്ഥാന കേരളത്തെ തകിടം മറിക്കാൻ ഒരു ശക്തിയും ശ്രമിക്കരുതെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. RSSന്റെ പ്രചാരകൻ ആയി നമ്മുടെ ഗവർണർ മാറേണ്ടതുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തായാലും അത്തരത്തിലൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അത് നവോത്ഥാന കേരളം അംഗീകരിക്കുന്ന ഒരു കാര്യം അല്ല. ഇതൊക്കെ ചില ഒളിച്ചു കടത്തലുകൾ സ്വാഭാവികമായും പലരുടെയൊക്കെ ആഗ്രഹമായിരിക്കാം. അതുകൊണ്ട് നവോത്ഥാന കേരളത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും ശക്തിയുക്തം കേരളീയ സമൂഹം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പരിപാടിയിലായിരുന്നു ഗവർണറുടെ വിവാദ പരാമർശം. ആർലേക്കറുടെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ കൂടി കേൾക്കാം. We must have one Goshala. All the cattle which is moving around the streets are to be brought. That is our prime duty. We must have one Goshala. There will be many people to donate for this Goshala. One more thing we have to do. We must have one educational institution. Educational institution is must. Who will otherwise give the teachings and preachings of our Sanatana Dharma to our... ദേവൻ എംപിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദേവൻ, ഈ ഒരു ഭാരതാംബ വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു പരാമർശവുമായി ഗവർണർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നവോത്ഥാനം സ്കൂളുകളിൽ അത്തരത്തിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഗവർണറുടെ ഈ ഒരു പരാമർശം വലിയ തരത്തിൽ വിവാദങ്ങളിലേക്കും വഴിവെക്കും. എന്താണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത്? മന്ത്രിയുടെ മറുപടി ഏതു തരത്തിലാണ്? തീർച്ചയായും ഗവർണർ എന്താണോ രാഷ്ട്രീയമായി ലക്ഷ്യമിടുന്നത് അത് തന്നെയാണ് ഈ പ്രതിപക്ഷമെല്ലാം ആരോപിക്കുന്നത് പോലെ എന്താണോ ഗവർണർ രാഷ്ട്രീയമായി ലക്ഷ്യമിടുന്നത് അത് തന്നെ നടപ്പിലാക്കാനുള്ള പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളാണ് തുടർച്ചയായി ഗവർണറുടെ ഭാഗത്തു നിന്നും രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു ചടങ്ങിനിടെ പ്രസ്താവന നടത്തിയതും സനാതനധർമ്മം പഠിപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് നിർബന്ധമായും സ്കൂളുകൾ ആരംഭിക്കണമെന്നാണ് ഗവർണർ ഇന്നലെ പ്രസംഗത്തിനിടെ പറഞ്ഞത്. എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിലെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി പ്രസാദ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാനായി സ്കൂളുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന് പദ്ധതിയില്ല എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആ നിലപാട് വ്യക്തമാക്കുകയാണ് മന്ത്രി പി പ്രസാദ്. ഒപ്പം തന്നെ ഗവർണർ RSSന്റെ പ്രചാരകനായി മാറേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇപ്പോൾ മന്ത്രി ഉന്നയിക്കുന്നത്. ഗവർണർ സ്വാഭാവികമായും വ്യക്തിപരമായി ഗവർണർക്ക് അല്ലെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം, അതിന്റെ അല്ലെങ്കിൽ പിന്തുടരുന്ന രാഷ്ട്രീയ ആശയങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഒരു ഗവർണറുടെ പദവിയിലിരിക്കുന്ന ശരി ദേവൻ, അത് തന്നെയാണ് ഗവർണറുടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള പ്രസ്താവന. അതിലാണ് ഇപ്പോൾ മന്ത്രിയുടെ മറുപടിയും ഉണ്ടായിരിക്കുന്നത്.